ഭഗവാനെ കൃഷ്ണ ഉയരത്താ ഇതിന് ഒരു കാല് വെക്കുന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ. എങ്ങനെ എങ്ങനെ ഇങ്ങനെ വന്നേ ചുറ്റും വേണം. ഹലോ മക്കളെ, ഞാൻ ഈ മനുഷ്യന്റെ കൂടെ കൂട്ടിയിട്ട് 4 കൊല്ലം ആയിരിക്കുകയാണ് കേട്ടോ. എത്ര പെട്ടെന്നാ സമയം പോയത്. അങ്ങനൊക്കെ പറഞ്ഞാൽ ക്ലീശയായി പോവും, എങ്കിലും 4 കൊല്ലം പോയത് അറിഞ്ഞില്ല കേട്ടോ. അടിപൊളിയായിട്ടൊരു മാരീഡ് ലൈഫ് എന്തായാലും സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ പരിപാടി എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പം പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. എന്തായാലും വൈകിട്ടൊരു ഫുഡ് കഴിക്കാൻ പോകണം, ഒരു റിങ് എടുക്കണം എന്നൊക്കെയായിരുന്നു മനസ്സിലെ പ്ലാൻ. അപ്പം ഞാനതൊന്ന് മാറ്റി പിടിച്ചു. ഏട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താലോ, കുറേ നാളായില്ലേ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട്. അപ്പം ഏട്ടൻ പറഞ്ഞു നമുക്ക് മേക്കപ്പ് ഒന്നും അധികം ഇടണ്ട, ജസ്റ്റ് നമുക്ക് തന്നെ ഒരുങ്ങിയിട്ട് ഒരു എടുക്കൽ പരിപാടി അങ്ങ് നടത്താമെന്ന്. ഞാൻ എത്ര സെറ്റാക്കിയാലും എൻ്റെ മുടി സെറ്റാകാത്തത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ മൺട്രോത്തുരുത്ത് തന്നെയുള്ളൊരു പാർലറിൽ പോയി ഹെയർ ഒന്ന് സെറ്റാക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ അടിപൊളിയൊരു ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് മേഘസന്ദേശ സിനിമയിലെ ക്ലൈമാക്സ് സീനിലെ പ്രേതത്തിന്റെ കോസ്റ്റ്യൂം ഓർമ്മയുണ്ടോ? അതുപോലാണ് തോന്നിയത്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അത് സൈഡിൽ കൊടുത്തേക്കാം. എന്താണെന്നറിയത്തില്ല, പണ്ട് തൊട്ടേ ഞാൻ ആരും എൻ്റെ മുടി തൊടാൻ സമ്മതിക്കത്തില്ല. നിറയെ കുരുക്കും ചെടയൊക്കെ ഉള്ളപ്പം അമ്മ മുടി ചീപ്പാനും കെട്ടാനും ഒക്കെ ഇരിക്കുമ്പോൾ പിടിച്ചു വലിക്കുന്നൊരു വേദന കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനത് ആരും തൊടാൻ സമ്മതിക്കത്തില്ല. പക്ഷെ അമ്മമാര് സമ്മതിക്കത്തില്ലല്ലോ നമ്മളിത് ഒറ്റയ്ക്ക് നോക്കാൻ. അതുകൊണ്ട് അമ്മ പറയും പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു, വളർന്നു വന്നപ്പോൾ അതെല്ലാം പോയെന്ന്. അല്ലെങ്കിൽ അത് ശരിയല്ലേ? നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കരുത് സൂപ്പറാണെന്ന്. പക്ഷെ നമ്മുടെ അമ്മമാരും അച്ഛനും ഒക്കെ നമ്മളെ കെയർ ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മൾ അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടിരുന്നത് അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കരുതും ഈ പെണ്ണ് പറയുന്നത് ചുമ്മാതാ, നല്ല മുടിയുണ്ടല്ലോ എന്ന്. ചുമ്മാതാ, പറപ്പിച്ചിടുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നതാണ് കേട്ടോ. എങ്കിലും നമ്മുടെ ബ്ലോ ഡ്രൈ ഒക്കെ ദാണ്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അമ്മ പണ്ട് നോക്കിയതിന്റെ ഫലമാണെന്ന് ഞാൻ പറയത്തോളൂ. എന്റെ തലയിൽ ഇച്ചിരിയെങ്കിലും മുടി ഇപ്പോൾ ഉണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ എനിക്ക് അടിപൊളിയായിട്ട് അവർ സെറ്റാക്കി തന്നു മുടി. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇത്രയും മുടി ഉണ്ടായിട്ടും ഞാൻ മുടി ഇല്ലെന്നൊക്കെ പറയുമ്പം എളിമയാണെന്ന് കരുതും. പക്ഷെ അങ്ങനല്ല കേട്ടോ. ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിടുമ്പം ഇച്ചിരി ഉള്ളതുപോലെ തോന്നുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഞാനും ഏട്ടനും വീട്ടിൽ പോയതാണ്ട് ഒരുങ്ങി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ. കാറ്റടിച്ചപ്പോഴത്തേക്ക് ബ്ലോ ഡ്രൈ ഒക്കെ ചെറുതായിട്ട് പോയോന്നൊരു സംശയം. അങ്ങനെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോഷൂട്ടിന് സ്ഥലം എവിടെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വന്നില്ല. എൻ്റെ ജന്മനാടായിട്ടുള്ള മൺട്രോത്തുരുത്ത് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്ത്. അങ്ങനെ ഞങ്ങളുടെ ചീഫ് ഫോട്ടോഗ്രാഫർ അപ്പുവും അസിസ്റ്റന്റ് ആയിട്ടുള്ള ശ്രീലാലിനെയും കൂട്ടി ഞാനും ഏട്ടനും താണ്ട് മൺട്രോത്തുരുത്ത് റെഡി. ഇനി നമുക്ക് ഫോട്ടോഷൂട്ട് തുടങ്ങാം. ഫോട്ടോഷൂട്ടിനായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പുവിന്റെ ഐഫോണിലാണ് നമ്മൾ ഈ വട്ടം ഫോട്ടോ എടുക്കുന്നത്. ബഡ്ജറ്റ് ഒക്കെ നോക്കുമ്പം അതല്ലേ നല്ലത്. അങ്ങനെ താണ്ടെ അപ്പു സീരിയസ് ആയിട്ട് ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നോട് ചളിയടിയൊക്കെ നിർത്തി അടങ്ങിയിരിക്കും പെണ്ണേന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വട്ടം ഞങ്ങൾ ഫോട്ടോയെക്കാളും പ്രാധാന്യം കൊടുത്തത് ഒരു വീഡിയോയ്ക്കാണ് കേട്ടോ. സേവ് ദ ഡേറ്റിന് ശേഷം നല്ലൊരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ വട്ടം നമുക്കൊരു വീഡിയോ അങ്ങനെ എടുത്തു കളയാന്ന് തന്നെ ഞാനും ഏട്ടൻ തീരുമാനിച്ചു. അങ്ങനെ അപ്പു താണ്ട് തകൃതി പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ ഇതേണക്ക് ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ നടത്തുമ്പോൾ ഒരു റെന്റഡ് ക്യാമറ എടുത്ത് അപ്പുവോ അല്ലെങ്കിൽ അപ്പുവിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കൊണ്ട് നമ്മൾ ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുപ്പിക്കലാണ് പതിവ്.
പക്ഷെ ഈ വട്ടം നമുക്കത് വേണ്ട. അപ്പൂന് ഐഫോൺ ഉണ്ടല്ലോ, ഐഫോണിൽ എത്രയോ പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നു, എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ എടുത്തുകൂടാന്നൊരു ചിന്തയിലാണ് ഈ വട്ടം ഞങ്ങൾ അത് തന്നെ എടുക്കാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. പക്ഷെ എടുത്ത വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടി. കാരണം ഇത്രയും നാളും എടുത്തതിൽ എനിക്ക് തന്നെ ഒരു ബെറ്റർ വീഡിയോ ആയിട്ട് തോന്നിയത് അതാണ് കേട്ടോ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അവിടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഫോട്ടോ എടുക്കുമ്പം ഏട്ടന്റെ എന്റെ മുഖത്ത് റൊമാൻറ്റിക് ഭാവങ്ങൾ വിരിയാനായിട്ട് ഭയങ്കര പാടാണ്. ഇതേ കണക്കൊരു കലിപ്പൻ ഭാവം ഏട്ടന്റെ മുഖത്തും അത് കാണുമ്പോൾ ഒരു വിഷമഭാവം എന്റെ മുഖത്തുമാണ് സ്ഥിരം വരാറ്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടില്ല വീഡിയോ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം അപ്പൂനും ശ്രീലാലിനും ഒരേ നിർബന്ധം കയാക്കിങ്ങിന് പോണോന്ന്. ഇത്രയും നാളെന്താ ഈ നാട്ടിൽ ഇങ്ങനെ നടന്നിട്ടും ഞാൻ ഇതിന് മുതിർന്നിട്ടില്ല. പേടി കൊണ്ടാണോ അതോ ഇതിന്റെ ഒരു ഷേപ്പൊക്കെ കണ്ടിട്ടാണോ എന്നറിയത്തില്ല, എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളും അങ്ങ് ഇറങ്ങി. ആക്ച്വലി നല്ലതല്ലേ? എനിക്കല്ല കേറാലല്ലേ? ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഇതിന് ഒരു കാല് വെക്കുന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ. എങ്ങനെ എങ്ങനെ ചെരുപ്പ് ഇടണോ? ആദ്യത്തെ ചുവട് തന്നെ ഏട്ടൻ ഒന്ന് പിഴച്ച പോലെ എനിക്ക് തോന്നിയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ നല്ല പേടിയായി കേട്ടോ. കാരണം ഒരു വള്ളത്തിന്റെ ടെക്സ്ചർ ഒന്നും അല്ലല്ലോ ഇതിന്. പക്ഷെ ഫുൾ ധൈര്യം തന്ന ഏട്ടൻ കൂടെ ഉണ്ടായോണ്ട് ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയാം, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും മണ്ഡോദരത്തിൽ ഈ ഒരു കണ്ടൽ ആർച്ചിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ കൂടെ ഞാൻ വള്ളത്തിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ മീതെ ഇരുന്നോണ്ടെന്ന് പറയാൻ കേട്ടോ ഇതിനകത്തോട് ഇങ്ങനെ പോകുന്നത്, അതും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കൂടെ. ഈ കയാക്കിങ് ഞങ്ങൾ 4 പേരും ഒരുമിച്ചാ തുടങ്ങിയതെങ്കിലും അവര് തുഴഞ്ഞ് ഏതോ ദിക്കിലേക്ക് പോയി, ഞങ്ങളും തുഴഞ്ഞ് മറുദിക്കിലേക്ക് പോയി കേട്ടോ. നമ്മൾ തുഴയേണ്ട ആവശ്യമൊന്നുമില്ല, കാറ്റ് നമ്മളെയും കൊണ്ട് അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. ഇങ്ങനെ വന്നേ? അങ്ങനെ ഇനി 2 സൈഡ് മത്സരിച്ച് വീശി മത്സരിച്ച് നിന്ന്. അഷ്ടമുടിക്കായലിന്റെയും കല്ലടയാറിന്റെയും ഈ ഒരു സംഗമ സ്ഥലത്ത് ഇതേണക്ക് സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാന്ന് പറയുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും വന്നിവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. വരേണ്ടവർക്ക് ആർക്കെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി, നല്ല ടീമിനെ നമ്മൾ സെറ്റാക്കി തരാം. ഫാമിലി ആയിട്ട് പോകാൻ ഇതേണ കരയന്നത്തിന്റെ എന്തോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയും നിങ്ങൾക്ക് പോകാം. പിന്നെ കുഞ്ഞു പിള്ളേരെ കയാക്കിങ്ങിന് കയറ്റാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണേ. എസ് വളവിന്റെ ആ കാണുന്ന കരയിൽ നിന്ന് ഞാൻ ഈ വെള്ളത്തിലേക്ക് അവിടെ നിന്ന് നോക്കിയിട്ടേ ഉള്ളു കേട്ടോ. ഇപ്പൊ ഞാൻ ആ വെള്ളത്തിന്റെ മേളിൽ ഇരുന്ന് കരയിലേക്ക് നോക്കുന്ന പോലാണ് ഈ കയാക്കിങ് എനിക്കൊരു എക്സ്പീരിയൻസ് തന്നത്. ഏട്ടൻ ഇടയ്ക്ക് പറയാറുണ്ട്, എന്തെങ്കിലും ഫുഡ് വാങ്ങി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴോ മാത്രം എൻ്റെ മുഖത്ത് ചില എക്സ്പ്രഷനുകൾ വരുമെന്ന്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അല്ലെങ്കിലും മനസ്സിന് സമാധാനവും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. നമുക്കതൊക്കെ തോന്നിയില്ലെങ്കിലല്ലേ ഉള്ളു. ഈ
പോകുന്ന ആൾക്കാർ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അതൊക്കെ ഒരു ഫൺ മൂവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. ഇവരൊക്കെ ആണെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവരിതൊക്കെ അച്ചീവ് ചെയ്യല്ലേ. അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടാന്ന് പറയുന്നത് ശരിക്കും ലക്ക് ഉണ്ടായിട്ടല്ലേ. ചുറ്റും വെള്ളം, ഒരുപാട് സൺസെറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ദാ ഇങ്ങനെ ഒരു സൺസെറ്റ് വ്യൂ ഒരുക്കി തന്നതിന് ആ മുതലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഒരു താങ്ക്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇടയ്ക്ക് വെച്ച് എങ്ങോട്ടോ വഴുതിരിഞ്ഞു പോയ 2 ആൾക്കാർ അങ്ങനെ താണ്ടെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവരും ഫുൾ ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഇങ്ങനെ ഹാപ്പി ആക്കി വെക്കാന്നല്ലാതെ നമുക്ക് ഈ ലൈഫിൽ എന്താ മക്കളെ ചെയ്യാൻ പറ്റുക? 6 മണിയായപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞങ്ങളെ കാണാത്തോണ്ട് അമ്മ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ താണ്ട് നടുക്കായലിൽ കിടക്കുന്ന. അമ്മയ്ക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് ഞെട്ടി കേട്ടോ അമ്മ. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ അനുസരിക്കുക ചെയ്യുന്നേ. കാരണം എല്ലാ അമ്മമാരും പറയുന്ന ഒരു ക്ലീശ ഡയലോഗില്ലേ, കല്യാണം കഴിഞ്ഞ് നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നടന്നോളാൻ. സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. ഏട്ടൻ്റെ കൂടിയതിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ എനിക്കിഷ്ടമുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ കട്ട സപ്പോർട്ടായിട്ട് ഏട്ടനും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം പിടികിട്ടി മക്കളെ. നമ്മളെല്ലാം അങ്ങ് പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് നടക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പൊളിയായിരിക്കും. നിങ്ങൾ അതിൽ ബിലീവ് ചെയ്യണം കേട്ടോ. അത് കിടുവാണ് കേട്ടോ. അപ്പം എന്താ ഇത്രയേ ഉള്ളു ഈ ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരുപാട് ഞാൻ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും വീട്ടിൽ പോയി ഫുഡൊക്കെ അടിച്ചിട്ടാണ് നേരെ പൊരീക്കൽ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അല്ലേലും സന്തോഷം കൂടുമ്പോൾ ഫോണൊക്കെ അങ്ങ് മറക്കുന്നത് സ്വാഭാവികമല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.